ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സിഹർ, കണ്ണേറ് തുടങ്ങി പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അതിനുള്ള പരിഹാരമാർഗം എന്താണ്, അവരുടെ അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും, സിഹറന്മാരുടെ സിഹറിൽ നിന്നും, കണ്ണേറന്മാരുടെ കണ്ണേറിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷ കിട്ടും എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഇതുപോലെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, നല്ല നീയത്തോടു കൂടി മനസ്സിൽ നീയത്ത് ഉറപ്പിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിലെ സിഹർ, കണ്ണേറ് തകർന്ന് തരിപ്പണമാകും. അപ്പോൾ രാത്രി കിടക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, ഈ നീയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട്, നല്ല വിശ്വാസത്തോടു കൂടി, നല്ല ആത്മാർത്ഥമായി ഈ പറയുന്നത് പോലെ ചെയ്യുക. ഉറപ്പായും ഒറ്റ രാത്രി കൊണ്ട് തന്നെ സിഹർ, കണ്ണേറ് അവരിൽ നിന്നും തകർന്ന് തരിപ്പണമാകുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സിഹർ കൊണ്ടും കണ്ണേറ് കൊണ്ടും ഒരുപാട് ആളുകൾ പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെയേറെ ഉപകരിക്കുന്ന, വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഇസ്ലാമിക ചികിത്സയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച്, നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് 7 ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം, അതുപോലെ തന്നെ 7 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 7 പ്രാവശ്യം സൂറത്തുൽ ഫലഖ്, 7 പ്രാവശ്യം സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ 7 പ്രാവശ്യം, അതുപോലെ തന്നെ 7 പ്രാവശ്യം ആയത്തുൽ കുർസി, 7 പ്രാവശ്യം ആയത്തുൽ കുർസി കൂടി ഓതുക. അതിനുശേഷം സൂറത്തുൽ യൂനുസിലെ 81-ാമത്തെ ആയത്ത് 48 തവണ ഓതുക. സൂറത്തുൽ യൂനുസിലെ 81-ാമത്തെ ആയത്തായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين. ഈ ആയത്ത് 48 പ്രാവശ്യം ഓതുക. ഈ സൂറത്തുകളും ഈ ആയത്തും ഓതുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ നല്ല ശുദ്ധമായ, നല്ല വെള്ളം, നല്ല തെളിഞ്ഞ, നല്ല ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെക്കണം. ഓതുന്നതിന് മുന്നിൽ ഒരു ഗ്ലാസ് നല്ല ശുദ്ധമായ വെള്ളം എടുത്തു വെക്കുക. എന്നിട്ട് ഇത് ഓതുമ്പോൾ ഇതിലേക്ക് ഊതണം. അതായത് ആദ്യം ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഓരോ പ്രാവശ്യം ഓതിക്കഴിയുമ്പോഴും ഈ വെള്ളത്തിലോട്ട് ഊതുക. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകളൊക്കെ ഓരോ പ്രാവശ്യം ഓതിക്കഴിയുമ്പോഴും ഈ വെള്ളത്തിലോട്ട് ഊതുക. അതുപോലെ തന്നെ സൂറത്തുൽ യൂനുസിലെ ഈ ആയത്ത് ഓതിക്കഴിയുമ്പോഴും ഈ വെള്ളത്തിലോട്ട് ഊതുക. അപ്പോൾ സൂറത്ത് യൂനുസിലെ ഈ ആയത്ത് 48 പ്രാവശ്യമാണ് ഓതേണ്ടത്. ആ 48 പ്രാവശ്യവും ഓരോ പ്രാവശ്യം ഓതിക്കഴിയുമ്പോഴും ഈ വെള്ളത്തിലോട്ട് ഊതുക. എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് ഊതി മന്ത്രിച്ചിട്ട് ഈ വെള്ളം കുടിക്കുക. അതോടൊപ്പം തന്നെ കയ്യിൽ ഊതി ശരീരം തടവുകയും ചെയ്യുക. കയ്യിൽ ഊതി അവസാന സമയം ഓരോ പ്രാവശ്യം വെള്ളത്തിലോട്ട് ഊതിയിട്ട് ആ വെള്ളം അവസാനം കുടിക്കുക. അവസാനം ഒറ്റ പ്രാവശ്യം കയ്യിലോട്ട് ഊതി ആ കൈ കൊണ്ട് ശരീരം മുഴുവനായി ഒന്ന് തടവാനും ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ, അടുത്ത ദിവസം രാവിലെ തന്നെ ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഉറപ്പായും ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ സിഹർ, കണ്ണേറ് നീങ്ങിക്കിട്ടുന്നതാണ്. അതിൽ നിന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ, ആ
കണ്ണേറും സിഹറും എല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോയി അടുത്ത ദിവസം രാവിലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് നല്ല നെയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല ചിന്താഗതിയോട് വേറെ ചിന്തയൊന്നും മനസ്സിലോട്ട് വരാതെ നല്ല നെയ്യത്ത് മനസ്സിൽ ഉറപ്പിച്ച് നല്ല വിശ്വാസത്തോടു കൂടി വുളൂ എടുത്തുകൊണ്ട് ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറന്മാരുടെ സിഹറിൽ നിന്നും, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും, കണ്ണേറന്മാരുടെ കണ്ണേറിൽ നിന്നുമെല്ലാം നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ മക്കളാക്കി വളർത്തട്ടെ. നാളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി വളർത്തട്ടെ. നാളെ മുത്തു നബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.